രണ്ട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ ആർട്ട് ഓഫ് ഇലക്ട്രോണിക്സ്, പോൾ ഹൊറോവിറ്റ്സ്, വിൻഫീൽഡ് ഹിൽ. ഈ പുസ്തകം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതിനടിയിൽ വേറൊരു പുസ്തകം ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പുസ്തകം ഇത്. ഈ പുസ്തകം എന്ന് പറയുന്നത് നല്ലൊരു പുസ്തകമാണ്. ഇത് ഈ എഡിഷൻ കേംബ്രിഡ്ജിൻ്റെ എഡിഷനാണ്. ഇത് വളരെ സ്ക്രാച്ച് ലെവലിൽ ഇലക്ട്രോണിക്സിനെ വളരെ ബോട്ടം ലെവൽ മുതൽ അറ്റ് ടോപ്പ് ലെവൽ വരെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നല്ലൊരു പുസ്തകമാണ്. ഇലക്ട്രോണിക്സ് ഇതിൻ്റെ സാധാരണ ഒരു ബിഗിനർ സീരീസ് സിലബസാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളെ പറ്റിയും പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ ഡെപ്തിൽ ഇൻ അനദർ പോയിൻ്റ് ഓഫ് വ്യൂവിലും കൂടെ ഇത് ഈ ബുക്ക് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രസം. ഇപ്പോൾ ഈ പുസ്തകം ബേസിക്സിൽ നല്ല തറോ നോളജ് ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. ഈ പുസ്തകത്തിൻ്റെ വേറെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ പറഞ്ഞുതരാം. ഈ പുസ്തകം ഹാർഡ് കോപ്പി അവൈലബിൾ ആണ്. ഇതിൻ്റെ പേപ്പർ ബാക്ക് എഡിഷനും അതിൻ്റെ കൂട്ടത്തിൽ ഹാർഡ് കവർ എഡിഷനും, ഇങ്ങനെ രണ്ട് എഡിഷൻസ്, ഈ പുസ്തകത്തിൻ്റെ രണ്ട് എഡിഷൻസ് അവൈലബിൾ ആണ്. അതിൽ ഹാർഡ് കവർ എഡിഷന് ഏകദേശം 6000 രൂപയോളം വിലയുണ്ട്. ഈ പേപ്പർ ബാഗ് എഡിഷൻ്റെ വില വന്നിട്ട് 900 രൂപയാണ്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെപ്തിൽ പോയിരിക്കുന്ന ഒരു പുസ്തകവും കൂടെയാണ്. ഇത് വായിക്കുന്നത് നല്ല ഒരു ബേസ് നോളജ് കിട്ടാൻ സഹായകമാവും. ഈ ബുക്കിൻ്റെ കൂടെ തന്നെ രണ്ടാമത്തെ ഒരു ബുക്കെന്ന് പറയുന്നത് ദ പ്രാക്ടിക്കൽ ഇലക്ട്രോണിക്സ് ഫോർ ഇൻവെൻറ്റേഴ്സ്. ഇത് പോൾ ഷേർട്സ് ആൻഡ് സൈമൺ മോങ്ക് എന്ന് പറയുന്ന രണ്ട് റൈറ്റേഴ്സിൻ്റെയാണ്. ഇത് മഗ്രോ ഹിൽ പബ്ലിഷിംഗ് ആണ് ഈ ബുക്ക്. ഇത് വെളിയിലുള്ള എഡിഷനാണ് ഈ പുസ്തകം. ഇത് ഇന്ത്യൻ എഡിഷനിലല്ല, വെളിയിലുള്ള എഡിഷനാണ്. മറ്റേത് വന്നിട്ട് ഇന്ത്യൻ എഡിഷനാണിത്. ഇതിൻ്റെ ഹാർഡ് കോപ്പി ബൈൻഡിങ് പുറത്തെ എഡിഷനാണുള്ളത്. അതുകൊണ്ടാണ് അതിന് അത്രയും വിലയുള്ളത്. ഈ പുസ്തകം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇലക്ട്രോണിക്സ് ഫോർ ഇൻവെൻറ്റേഴ്സ്. ഈ പുസ്തകം എന്ന് പറയുന്നത് പുറത്തെ എഡിഷനാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് ഓഫ് ഇലക്ട്രോണിക്സിനെ കൂടാതെ ഫ്രം ബേസിക്സ് ലെവലിൽ നിന്ന് എഴുതിയിരിക്കുന്ന വളരെ ഫണ്ടമെൻ്റലിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന ബുക്ക്. ഇത് ഏകദേശം 1000 ചില്ലുവാനം പേജുകൾ ഇതിന് അവൈലബിളാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ബേസിക്സ് മുതൽ മുകളിൽ വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മൾ എത്ര ഇലക്ട്രോണിക്സ് പഠിച്ച് മുന്നോട്ട് പോയാലും വായിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഈ പുസ്തകങ്ങൾ എന്താ പറയുക, നമ്മളെ പലതും ഓർമ്മിപ്പിക്കും. ചിലപ്പം ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ പലതും മറന്നു പോകുമല്ലോ. ആ മറന്നു പോകുന്നതെല്ലാം ഓർക്കാൻ വളരെ വളരെ സഹായമാകുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 3500 രൂപ വിലയുണ്ട്. പക്ഷേ ഈ പുസ്തകം ആമസോണിൽ 3500 രൂപ വിലയുണ്ട് ആമസോണിൽ. ഇതിൻ്റെ ഹാർഡ് ബൈൻഡിങ് ഇല്ല. ഈ പറഞ്ഞ പേപ്പർ ബാഗ് എഡിഷനാണ് പ്രാക്ടിക്കൽ ഇലക്ട്രോണിക്സ് ഫോർ ഇൻവെൻറ്റേഴ്സിൻ്റെ ബുക്കിനുള്ളത്. ഈ പുസ്തകം എനിക്കൊരു ഓഫറിന് കിട്ടിയതാണ്. കഴിഞ്ഞ സമ്മർ സീസൺ സെയിൽസിനകത്ത് ഈ പുസ്തകം വന്നിട്ട് 2500 രൂപയ്ക്ക് കിടക്കുന്ന കണ്ടപ്പോൾ ഇത് ഞാൻ വാങ്ങി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാനിത് കാർട്ടിൽ ആഡ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് ഇതിന് വില കുറയുന്ന സമയം. ആക്ച്വലി ഇതിനിടയ്ക്ക് പലപ്പോഴും വില കുറഞ്ഞിട്ടുണ്ടാവാം, ഞാനൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ അടുത്ത് ഈ ആർട്ട് ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുസ്തകങ്ങളുടെ വിലയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വരികയുണ്ടായി. ഇപ്പോൾ ആ സമയത്ത് ആമസോണിൽ ഇതിന് വില കുറയുന്നത് കണ്ട് 2500 വന്ന സമയത്തിന് ഞാൻ വാങ്ങിയതാണ്. അത് തിരിച്ച് വീണ്ടും ഇപ്പം 3500 രൂപയിലേക്ക് പോയി. ഈ പുസ്തകം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 15 ദിവസത്തെ സമയം എടുത്തു ഷിപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പുറത്തുനിന്ന് വന്ന പുസ്തകമാണ്. ഇതിൻ്റെ പുസ്തകത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഗ്ലോസി പേപ്പറിലാണ് ഇത് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്ന് കരുതി അങ്ങ് ഒരുപാട് റിച്ച് ആയിട്ടുള്ള കട്ടിയുള്ളൊരു പേപ്പറാണെന്ന് എനിക്ക് തോന്നിയില്ല. കട്ടി കുറഞ്ഞ ഗ്ലോസി പേപ്പറാണ്. പക്ഷേ ഇത് ഈ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് പ്രിൻറ്റിങ് അല്ല ഈ പുസ്തകത്തിനുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ
ഇതിന് രണ്ടിൻ്റെ PDF അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. പക്ഷേ PDF വാങ്ങി എത്രത്തോളം വായിച്ച് അറിവ് കിട്ടും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അത് ക്ഷമയോടുകൂടി വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. PDF സ്ക്രീനിൽ നോക്കി വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ക്ഷമയോടുകൂടി അത് വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു അറിവ് കിട്ടുന്നതായിരിക്കും. അതിനകത്ത് ഇൻഡെപ്ത് നല്ലൊരു അറിവ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടുതൽ ഇന്നത്തെ കാര്യത്തെപ്പറ്റി പറയാനുള്ളൂ. അപ്പോൾ ഈ 2 പുസ്തകങ്ങൾ, ഇതിനെ അറിയപ്പെടുന്നത് ബൈബിൾ ഓഫ് ഇലക്ട്രോണിക്സ് എന്നാണ്. യൂട്യൂബിൽ തന്നെ പല യൂട്യൂബർമാരുടെയും ബുക്ക് റിവ്യൂകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും മസ്റ്റായിട്ട് അവർ ബൈബിൾ ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 പുസ്തകങ്ങളാണിത്. നമ്പർ 1 and 2. 1 ഈ പ്രാക്ടിക്കൽ ഇലക്ട്രോണിക്സ് ഫോർ ഇൻവെൻറ്റേഴ്സും, സെക്കൻഡ് ദ ആർട്ട് ഓഫ് ഇലക്ട്രോണിക്സുമാണ്. ഓക്കെ, ഇത് വായിച്ചു തുടങ്ങുമ്പം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പല കോൺസെപ്റ്റുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും മാറിക്കിട്ടും എന്നുള്ളതാണ് ഒരു സത്യം.